ചരിത്ര വിജയം നേടിയ UDF ഇപ്പോഴും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതിലുള്ള ഒരു അമർഷം വിവിധ ഇടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തന്നെ ജില്ലാ ജനസംഘയായിട്ടുള്ള അബ്ദുൽ ഹമീദ് മാസ്റ്റർ രൂക്ഷമായ ഭാഷയിലായിരുന്നു കാര്യത്തിൽ പ്രതികരിച്ചത്. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉൾപ്പെടെയുണ്ട് പറഞ്ഞിരുന്നു. എനിക്കൊപ്പം ഈ ഒരു ഘട്ടത്തിൽ ചേരുന്നത് വള്ളിക്കുന്നിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച നിയുക്ത MLA കൂടിയായിട്ടുള്ള ശ്രീ TV ഇബ്രാഹിം സാഹിബാണ്. നമസ്കാരം. എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഹമീദ് മാഷ് പറയുന്നുണ്ട്. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഹമീദ് മാഷ് പറഞ്ഞതിനെ ഞാൻ എൻഡോഴ്സ് ചെയ്യാണ്. പറഞ്ഞതിൽ സത്യമുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ആളുകൾ മുഴുവൻ 4 വാർഡും ഇറങ്ങുമ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആളുകൾ ചോദിക്കുകയാണ്, ആയോ തീരുമാനമായോ, എന്താ നിങ്ങൾ ആളുകളെ വശമാക്കുന്നത്, ഇത്ര നല്ലൊരു ഭൂരിപക്ഷം തന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് തുടങ്ങി ഒരുപാട്. ഇത് ജനവികാരമാണിപ്പോൾ. സത്യത്തിൽ ആ ജനവികാരം മാനിച്ചുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായമാണ് ഇപ്പോൾ സത്യത്തിൽ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകളും ചെന്നാൽ ഇപ്പം രാഷ്ട്രീയം അത്ര അറിയാത്ത ആളുകൾ, അതേസമയം പിന്നെ വലിയ രാഷ്ട്രീയ നിരീക്ഷകരടക്കം എല്ലാ ആളുകളും പൊതുവെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ UDFനെ. അപ്പോൾ UDFന് ഇത്ര വലിയൊരു വിജയം, തിളക്കമാർന്ന വിജയം തന്നിട്ട് ഇനിയും ഒരു ലീഡർ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. സത്യത്തിൽ ജനങ്ങൾ നൽകിയ മാൻഡേറ്റിനെ അട്ടിമറിക്കുകയാണ് സത്യത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ അട്ടിമറിക്കുന്നു എന്നല്ല പറയുന്നത്. കോൺഗ്രസ് ഉചിതമായ സമയത്ത് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യേണ്ട ഒരു കാര്യം. ആളുകൾക്കിടയിൽ ചർച്ചയ്ക്ക് ഇത് വിട്ടുകൊടുക്കേണ്ട ഒരു സന്ദർഭമല്ലിത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഉണർന്ന് പ്രവർത്തിച്ച് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം എന്ന് തന്നെയാണ് UDFൻ്റെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എല്ലാ UDFകാരുടെയും പൊതു അഭിപ്രായമാണ്. ഞങ്ങൾ ലീഗുകാരുടെ മാത്രം അഭിപ്രായമല്ല, UDFന് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളുടെയും വികാരമാണിത്. ഈ തിളക്കം നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ. UDFന് ഇത്ര വലിയൊരു വിജയമുണ്ടായിട്ട് അതിൻ്റെ മുഴുവൻ നിറം കെടുത്തി കളയുന്ന വിധത്തിലുള്ള ഒരു പോക്കാണ് ഇപ്പോൾ പോകുന്നത്. അതിലുള്ള ഒരു അസ്വസ്ഥത എനിക്കുണ്ട്, ആശങ്ക എനിക്കുണ്ട്. സ്വാഭാവികമായിട്ട് മണ്ഡലത്തിലൊക്കെ പോകുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ? സ്വാഭാവികമായിട്ട് ഇത്ര ഭൂരിപക്ഷത്തിലേക്ക് വിജയിപ്പിച്ചെടുത്ത ജനങ്ങളെ സംബന്ധിച്ച് അതൊരു ചോദ്യമായിട്ട് ഉയരുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു സ്കൂളിൻ്റെ പ്രോഗ്രാമിന് പോയി വരികയാണ്. ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് ആളുകൾ എല്ലാവരും ചോദിക്കുന്ന ഇതേ ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ നിൽക്കുകയാണ്. 4-ാം തീയതി റിസൾട്ട് വന്നു, ഇന്ന് 11-ാം തീയതി 12-ാം തീയതിയായി. 7 ദിവസവും കഴിഞ്ഞു. 7 ദിവസം ഒരു 8 ദിവസമായിട്ടും നമുക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളോട് എന്താണ് മറുപടി പറയുക? എല്ലായിടത്തും ഇപ്പോൾ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ എല്ലാ ദിവസവും ഓരോ പഞ്ചായത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ ദിവസം ചെല്ലുമ്പോൾ ആളുകളിങ്ങനെ ചോദിക്കുക. ആദ്യത്തെ 2-3 ദിവസങ്ങൾ എല്ലാ ആളുകളും ക്ഷമിച്ചു. പക്ഷേ കാത്തിരുന്ന് മടുത്ത ആളുകൾക്ക് നീണ്ട എക്സർസൈസുകൾ. ഇപ്പോൾ ട്രോള് വന്നല്ലോ, ഇനി ഓടിക്കോ ചിലപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് തമാശ പറയുന്ന വിധത്തിലേക്ക് വിളിക്കുക. എന്തായാലും അത് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ എല്ലാ കാലത്തും അതിൻ്റെ പിന്നെ കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ടു ലൈറ്റ്, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അധികം വൈകരുത് അല്ലേ? അത്രേ ഉള്ളൂ. അധികം വൈകാതെ ഇന്ന് തന്നെ തീരുമാനം പ്രഖ്യാപിച്ച്, ഒരു ദിവസം നേരത്തെ പ്രഖ്യാപിച്ചാൽ അത്രയും നല്ലത്. അത് UDFന് ഇനിയും ഉണ്ടാകാൻ പോകുന്ന ചീത്തപ്പേരിൽ നിന്ന് UDF രക്ഷപ്പെടാൻ പറ്റും. ഭരണത്തിലേറുന്നതിന് മുൻപ് തന്നെ ഇത് വലിയൊരു ചീത്തപ്പേരായി മാറി എന്നുള്ളൊരു വിമർശനമുണ്ട്. അല്ല, ഇത് ചീത്തപ്പേരായി മാറി എന്നുള്ളതല്ല, ജനങ്ങൾ വലിയ പ്രതീക്ഷയാണ് UDFൽ അർപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, UDF മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് കിട്ടിയ അംഗീകാരമാണ്. UDF മുന്നോട്ട് വെച്ച രാഷ്ട്രീയ അജണ്ടയ്ക്ക് കിട്ടിയ അംഗീകാരമാണ്. വികസന അജണ്ടയ്ക്ക് കിട്ടിയ അംഗീകാരമാണ്. പുറമെ പിണറായി വിജയനോടുള്ള അതിശക്തമായ പ്രതിഷേധവും അമർഷവും ഒക്കെ പിന്നെ കലർത്തി ജനങ്ങൾ തന്നിട്ടുള്ള ഒരു മാൻഡേറ്റാണ്. ആ മാൻഡേറ്റിനനുസരിച്ച് UDF ഉയരുന്നതിന് കുഴപ്പമൊന്നുമില്ല. UDF മുന്നോട്ട് വെച്ചിട്ടിരിക്കുന്ന എല്ലാ വികസന അജണ്ടകളും UDFന് നടപ്പാക്കാൻ കഴിയുമെന്ന് യാതൊരു സംശയവുമില്ല. അത്ര നല്ല നേതൃത്വം UDFനുണ്ട്.